വാട്സാപ്പിൽ വരാൻ പോകുന്ന 10 പുതിയ ഫീച്ചേഴ്സുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന പല ഫീച്ചേഴ്സും ഇപ്പോൾ ബീറ്റ വെർഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ബീറ്റ യൂസർ ആണെങ്കിൽ ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വാട്സപ്പിലൂടെ വ്യൂ വൺസ് എന്ന രീതിയിൽ ഫോട്ടോസും വീഡിയോസും സെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൽ കൂടുതൽ കസ്റ്റമൈസേഷൻ വരികയാണ്. അതായത് നമുക്കിനി വ്യൂ ടോയ്സ് എന്ന രീതിയിൽ ഫോട്ടോസ് വീഡിയോസ് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന വീഡിയോസ് 2 വട്ടം സെൻഡ് ചെയ്യുന്ന ആൾക്ക് കാണാൻ പറ്റും. അത് സെൻഡ് ചെയ്യുന്ന വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും 2 വട്ടം വ്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ വ്യൂ 1ൻ്റെ അവിടെ 2 എന്നൊരു ലെറ്റർ കാണാൻ പറ്റും. ആ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാം വ്യൂ വൺസ് എന്ന രീതിയിലാണോ വ്യൂ ടോയ്സ് എന്ന രീതിയിലാണോ ഫോട്ടോസും വീഡിയോസും സെൻഡ് ചെയ്തിരിക്കുന്നതെന്ന്. ടെലിഗ്രാം പോലെ വാട്സപ്പിലും ഇനി മുതൽ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു സ്പെസിഫിക് രീതിയിൽ മാത്രമേ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അത് യുണീക്ക് ആയിരിക്കണം. വാട്സപ്പ് യൂസർ നെയിം ഉപയോഗിച്ച് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി മൊബൈൽ നമ്പർ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യൂസർ നെയിം മാത്രം ഷെയർ ചെയ്താൽ മതി. വാട്സപ്പ് ചാറ്റുകൾ എൻഡ് ടു എൻക്രിപ്റ്റഡ് ആണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്ന പേഴ്സൻ്റെ നെയിമിൻ്റെ തൊട്ട് താഴെ എൻഡ് ടു എൻക്രിപ്റ്റഡ് എന്ന് കാണാൻ പറ്റും. അവിടെ നേരത്തെ ഓൺലൈനും ലാസ്റ്റ് സീനും മാത്രമേ വരത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ എൻഡ് ടു എൻക്രിപ്റ്റഡ് എന്ന ലേബലും വരുന്നുണ്ട്. ഇനി മുതൽ നമുക്ക് വാട്സപ്പിലൂടെ ഫേവറേറ്റ് കോൺടാക്റ്റുകളെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫേവറേറ്റ് കോൺടാക്റ്റുകൾ കോൾ ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ ടോപ്പിൽ തന്നെ പ്ലേസ് ആകും. അപ്പോൾ നമുക്ക് അവിടുന്ന് ഈസി ആയിട്ട് തന്നെ ആ ഒരു കോൺടാക്റ്റിലേക്ക് കോൾ ചെയ്യാൻ പറ്റും. വാട്സപ്പ് ചാനലിൻ്റെ ഓണർഷിപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളാണ് വാട്സപ്പ് ചാനലിലെ ഓണർ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഓണർഷിപ്പ് വേണ്ടെങ്കിൽ ആ ഒരു ചാനലിലെ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഓണർഷിപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പുതിയൊരു കസ്റ്റമൈസേഷൻ ഫീച്ചറും കൂടി വാട്സപ്പിൽ വരുന്നുണ്ട്. നമുക്കിനി മുതൽ ബ്രാൻഡിങ് കളറിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അവിടെ കുറേ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. 6 ഡിജിറ്റ് കോഡിന് പകരം പാസ് കീ ഉപയോഗിച്ച് വാട്സപ്പിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇനി മുതൽ വാട്സപ്പിൽ നിന്ന് ടെലിഗ്രാമിലേക്കോ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിന്ന് വാട്സപ്പിലേക്കോ സിഗ്നലിലേക്കോ നമുക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ പറ്റും. ക്രോസ് പ്ലാറ്റ്ഫോം രീതിയിലാണ് മെസ്സേജുകൾ സെൻഡ് ആകുന്നത്. വാട്സപ്പിൽ നിന്ന് ടെലിഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുന്ന ടൈമിൽ നമുക്ക് ടെലിഗ്രാം അക്കൗണ്ട് വേണമെന്നില്ല. അയക്കുന്ന ആൾക്ക് ടെലിഗ്രാം അക്കൗണ്ട് മതി. അപ്പോൾ നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുന്ന ടൈമിൽ ഇപ്പം മറ്റൊരാൾ തേർഡ് പാർട്ടി ആപ്സിൽ നിന്ന് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ തേർഡ് പാർട്ടി ആപ്പ് എന്ന സെക്ഷനിലായിരിക്കും നമ്മുടെ വാട്സപ്പിൽ ആ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത്. ഒരു വാട്സപ്പ് അക്കൗണ്ട് മറ്റൊരു ഡിവൈസിലേക്ക് ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ചാറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലിങ്ക് ഡിവൈസിൽ ഓപ്പൺ ചെയ്യാൻ നേരം ഇതേപോലൊരു മെസ്സേജ് ബോക്സ് വരും. ഇത്രയും ഫീച്ചേഴ്സാണ് പുതുതായി വാട്സപ്പിൽ വരാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഫീച്ചറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.